നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. കുമാരനല്ലൂർ ദേവി ക്ഷേത്രത്തിന്റെ മാഹാത്മ്യവും അവിടുത്തെ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ പ്രത്യേകതകളും ക്ഷേത്രത്തിന്റെ മഹിമയുമാണ് ഞാനിന്ന് വിവരിക്കുന്നത്. കേരളത്തിൽ കോട്ടയം ജില്ലയിലെ ഒരു പ്രദേശമാണ് കുമാരനല്ലൂർ. കുമാരനല്ലൂർ ദേവി ക്ഷേത്രവും അവിടുത്തെ തൃക്കാർത്തിക മഹോത്സവവും വളരെ പ്രശസ്തമാണ്. കുമാരനല്ലൂരിനു 5 കിലോമീറ്റർ മാറിയാണ് കോട്ടയം നഗരഹൃദയം. ക്ഷേത്രം നിലവിൽ വരുന്നതിന് മുൻപ് ഈ പ്രദേശം തിങ്കൾക്കാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇന്ദുകാനനം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ദേവീക്ഷേത്രം നിലവിലിരിക്കുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഒരു കുമാര അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രമായിരുന്നു വരേണ്ടത്. അങ്ങനെ കുമാരൻ അല്ല ഊരിൽ എന്ന അർത്ഥത്തിൽ ആണ് കുമാരനല്ലൂർ എന്ന പേര് ലഭിച്ചത്. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം. ചരിത്രമനുസരിച്ചും പുരാണമനുസരിച്ചും 2400 പരം വർഷങ്ങളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. കേരളത്തിൽ വളരെ ചുരുക്കം കാണപ്പെടുന്ന ശ്രീചക്ര രീതിയിൽ പണികഴിപ്പിച്ച ശ്രീകോവിലും 4 അമ്പലവും ക്ഷേത്ര ചുവരുകളിലെ ചുമർ ചിത്രങ്ങളും ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. കുമാരനല്ലൂർ തൃക്കാർത്തിക പ്രസിദ്ധമാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കുമാരനല്ലൂർ ദേവി വിശ്വാസികളുടെ ആശ്വാസ സങ്കേതങ്ങളിലൊന്നാണ്. പരിഹാരമില്ലെന്നു കരുതി കൈയൊഴിഞ്ഞ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുന്ന അമ്മ വാഴുന്ന കുമാരനല്ലൂർ ദേവി ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണിത്. ഐതിഹ്യങ്ങളാലും കെട്ടുകഥകളാലും സമ്പന്നമാണ് ഈ ക്ഷേത്രം. മധുര മീനാക്ഷി സങ്കല്പത്തിലാണ് ഇവിടത്തെ ദുർഗാ പ്രതിഷ്ഠയുള്ളത്. പരശുരാമൻ ആരാധിച്ചിരുന്ന ദുർഗാ ഭഗവതിയെ അഞ്ജനശിലയിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് എന്നാണ് വിശ്വാസം. ചതുർബാഹുക്കളോടുകൂടി കൈകളിൽ ശംഖും ചക്രവും വരദ കടീബദ്ധ മുദ്രകളും ധരിച്ച വിഗ്രഹമാണിത്. കുമാരനല്ലൂർ തൃക്കാർത്തിക. കുമാരനല്ലൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനമാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത്. ഈ തൃക്കാർത്തിക ആഘോഷം ഏറെ പ്രസിദ്ധമാണ്. ഉത്സവകാലത്ത് എല്ലാ ദിവസവും ദേവിക്ക് ആറാട്ട് നടത്തുന്ന ക്ഷേത്രം കൂടിയാണിത്. കാർത്തിക നാളിലാണ് ഇവിടെ പള്ളിവേട്ട നടക്കുന്നതും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷവുമാണ് ഇവിടെയുള്ളത്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ എത്തുകയുണ്ടായി. എന്നാൽ ശ്രീകോവിലിൽ വടക്കുംനാഥന്റെ സാന്നിധ്യം അപ്പോഴില്ലെന്ന് തൻ്റെ ദിവ്യദൃഷ്ടിയിൽ തിരിച്ചറിഞ്ഞ സ്വാമിയാർ വടക്കുംനാഥനെ തേടി പുറത്തിറങ്ങുകയും തെക്കേ മതിലിനു സമീപം ഭഗവാന്റെ സാമീപ്യം അറിയുകയും ചെയ്തു. ആറാട്ട് കഴിഞ്ഞെത്തുന്ന കുമാരനല്ലൂർ ദേവിയെ കാണുവാനാണ് താനിവിടെ നിൽക്കുന്നതെന്നാണത്രേ വടക്കുംനാഥൻ വില്ലുമംഗലം സ്വാമിയാരോട് പറഞ്ഞത്. അന്നു മുതൽ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൽ മദ്യപൂജ നടക്കുന്നത് തെക്കുവശത്താണ്. വിശ്വസിച്ചു പ്രാർത്ഥിക്കുന്നവരെ ദേവി കൈവിടില്ല എന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമി തിഥിയും ഒരുമിച്ചെത്തുന്ന ദിവസമാണ് ഈ വർഷത്തെ കുമാരനല്ലൂർ തൃക്കാർത്തിക ഉത്സവത്തിന് ഡിസംബർ 5 വ്യാഴാഴ്ചയാണ് കൊടിയേറുന്നത്. 2024 ഡിസംബർ 13 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ കുമാരനല്ലൂർ തൃക്കാർത്തിക. പിറ്റേന്ന് 14 ആറാട്ടോടെ ഈ വർഷത്തെ ആഘോഷങ്ങൾ സമാപിക്കും. 10 ദിവസം നീളുന്ന തൃക്കാർത്തിക ആഘോഷത്തിൽ രോഹിണി നാളിലെ ആറാട്ടും തൃക്കാർത്തിക ദർശനവുമാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഇനി ദേവിയുടെ ഒരു സങ്കീർത്തന ശ്ലോകം കേൾക്കാം. ശങ്കുണ്ടിടത്തു വലമേയൊരു ചക്രമുണ്ടു, കാലിൽ ചിലമ്പു ചില മുത്തുപടം കഴുത്തിൽ, ഓടിയിട്ടു വന്നു കുടികൊണ്ട കുമാരനല്ലോ, കാർത്യായനീ ശരണമെന്നിത കൈതൊഴുന്നേൻ. ദേവി ഇവിടെ ഓടിയിട്ട് വന്ന് കുടികൊണ്ടതാണ് എന്നാണ് സങ്കല്പം. മധുര മീനാക്ഷി എന്നു കേൾവിപ്പെട്ട ദേവീക്ഷേത്രം പണ്ട് പാണ്ഡ്യരാജാക്കന്മാരുടെ വകയായിരുന്നു. പാണ്ഡ്യരാജാക്കന്മാരുടെ രാജധാനി മധുരയിലായിരുന്നതിനാൽ അവർ ആ ദേവിയെ പരദേവതയായിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഒരിക്കൽ ആ ദേവീ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന
സ്വർണം പതിച്ച വളരെയധികം വില വരുന്ന മൂക്കുത്തി എങ്ങനെയോ പോയി. ശാന്തിക്കാരൻ നിർമാല്യം, അതായത് തലേ ദിവസത്തെ പൂവും മാലയുമെല്ലാം പുറത്തിട്ടതിൻ്റെ കൂടെയോ അഭിഷേകവും മറ്റും കഴിച്ച സമയം ഓർക്കാതെ ശാന്തിക്കാരൻ്റെ കൈ മുട്ടിത്തെറിച്ചോ എങ്ങനെയാണ് അത് പോയതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ലായിരുന്നു. മൂക്കുത്തി പോയി എന്നു കേട്ട് പാണ്ഡ്യരാജാവ് പല വിധത്തിൽ അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഒരു തുമ്പുപോലും ഉണ്ടായില്ല. ബിംബത്തിന്മേൽ ചാർത്തിയിരുന്ന സാധനം ശാന്തിക്കാരൻ അറിയാതെ പോവുകയില്ലെന്നു തന്നെ ഒടുക്കം രാജാവ് തീർച്ചപ്പെടുത്തി. ശ്രീകോവിലിനകത്ത് ശാന്തിക്കാരനല്ലാതെ മറ്റാരും കയറുക പതിവില്ലാത്ത സ്ഥിതിക്ക് രാജാവിൻ്റെ വിചാരം അന്യായമായി പോയി എന്ന് പറയാനുമാവില്ല. എങ്കിലും ശുദ്ധാത്മാവും ദേവിയെക്കുറിച്ച് വളരെ ഭക്തിയുള്ള ആളുമായിരുന്നു ആ പഴയ ശാന്തിക്കാരൻ. മൂക്കുത്തി പോയത് ഏത് പ്രകാരമാണെന്ന് വാസ്തവത്തിൽ യാതൊരറിവുമുണ്ടായിരുന്നില്ല. ദേവിക്കു പതിവായി ചാർത്തി വന്ന ഈ ആഭരണം പോയതു നിമിത്തം അദ്ദേഹത്തിനും അപാരമായ മനസ്താപമുണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ ആരറിയുന്നു? ഉഗ്രശാസനനായ പാണ്ഡ്യരാജാവ് ശാന്തിക്കാരനെ പിടിച്ചുവരുത്തി ചോദ്യം തുടങ്ങി. പലവിധത്തിൽ ചോദിച്ചിട്ടും മൂക്കുത്തി പോയതേതു പ്രകാരമാണെന്ന് അറിഞ്ഞുകൂടെന്നു തന്നെ അദ്ദേഹം പറഞ്ഞു. ഒടുക്കം രാജാവ് 40 ദിവസത്തിനകം ആ മൂക്കുത്തി ശാന്തിക്കാരൻ എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ച് ഹാജരാക്കണമെന്നും അല്ലാത്ത പക്ഷം ശാന്തിക്കാരൻ്റെ ശിരച്ഛേദം ചെയ്യിക്കുന്നതാണിതെന്നും കൽപ്പിച്ചു. ഇതുകേട്ട് ശാന്തിക്കാരൻ ഒന്നും മറുപടി പറയാതെ വ്യസനത്തോടുകൂടി രാജസന്നിധിയിൽ നിന്നു പോയി. ആ ബ്രാഹ്മണോത്തമൻ പല വിധത്തിൽ അന്വേഷിച്ചു നോക്കിയിട്ടും മൂക്കുത്തി കണ്ടുകിട്ടിയില്ല. അങ്ങനെ 39 ദിവസമായി. 39-ാം ദിവസം രാത്രിയിൽ പിറ്റേ ദിവസം തൻ്റെ തല പോകുമല്ലോ എന്ന് വിചാരിച്ച് വിഷാദിച്ചുകൊണ്ട് അദ്ദേഹം കിടന്നു. കണ്ണടച്ച സമയം ആരോ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന്, "അങ്ങിനി ഇവിടെ താമസിച്ചാൽ ആപത്തുണ്ടാവും. ഇതാ കാവൽക്കാരെല്ലാം നല്ല ഉറക്കമായിരിക്കുന്നു. ഈ തരത്തിന് പുറത്തിറങ്ങിയാൽ വല്ല ദിക്കിലും പോയി രക്ഷപ്പെടാം" എന്നു പറഞ്ഞു. ഉടനെ അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഇതാരാണ് ഇങ്ങനെ പറഞ്ഞത്? വെറുതെ തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം പിന്നെയും കണ്ണടച്ചു. അപ്പോൾ പിന്നെയും ആ ആൾ അടുക്കൽ ചെന്ന്, "എന്താ പോകുന്നില്ലേ? വേഗത്തിൽ പോകണം, സംശയിക്കേണ്ട. പോകാതെ ഇരുന്നാൽ ആപത്തുണ്ടാകും" എന്നു പറഞ്ഞു. അദ്ദേഹം പിന്നെയും കണ്ണു തുറന്നു. ആരെയും കണ്ടില്ല. അദ്ദേഹം കണ്ണടച്ചപ്പോൾ മൂന്നാമതും മേൽപ്രകാരം തന്നെ പറഞ്ഞു. എന്തായാലും ഈ വാക്കു തട്ടിക്കളയണ്ട എന്ന് കരുതി ദേവി തന്നെ അരുളി ചെയ്തതായിരിക്കും എന്ന് അദ്ദേഹം കരുതി അവിടെ നിന്ന് എഴുന്നേറ്റ് ക്ഷണത്തിൽ പുറത്തിറങ്ങി ഓടിത്തുടങ്ങി. അപ്പോൾ സർവാംഗ സുന്ദരിയായ ഒരു ദിവ്യ സ്ത്രീ, "വളരെ കാലം എന്നെ സേവിച്ചു കൊണ്ടിരുന്ന അങ്ങ് പോവുകയാണെങ്കിൽ ഞാനും പോരുകയാണ്" എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിയെത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മുൻപിൽ കടന്ന് ഓടിത്തുടങ്ങി. അത് വലിയ കൂരിരുട്ടുള്ള കാലമായിരുന്നുവെങ്കിലും ആ സ്ത്രീയുടെ ശരീരശോഭയും ആഭരണങ്ങളുടെ പ്രകാശവും നിമിത്തം ആ ബ്രാഹ്മണനു വഴിയിൽ നല്ല പോലെ കണ്ണു കാണാമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി 4-5 നാഴിക ദൂരം വരെ ഓടിയപ്പോൾ ആ സ്ത്രീ പെട്ടെന്നു മറഞ്ഞുകളഞ്ഞു. അപ്പോൾ വഴിയും ദിക്കുമെല്ലാം അന്ധകാരമായി. കണ്ണു തീരെ കാണാൻ പാടില്ലാതെ ആയതിനാൽ ബ്രാഹ്മണന് ഓടാനെന്നല്ല നടക്കാൻ പോലും നിവൃത്തിയില്ലാതെയായി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഭയവും വ്യസനവും ഉണ്ടായി. എങ്കിലും തപ്പിത്തപ്പി പിന്നെയും കുറേശ്ശെ നടന്നു തുടങ്ങി. ക്ഷീണം കൊണ്ട് നടക്കാനും അദ്ദേഹത്തിനു പ്രയാസമായി തീർന്നു. രാജാവിൻ്റെ ആളുകൾ പിന്നാലെ ഓടിയെത്തി പിടിച്ചെങ്കിലോ എന്നുള്ള ഭയവും അദ്ദേഹത്തിനില്ലായകയില്ല. എങ്കിലും ക്ഷീണം നിമിത്തം വല്ല ദിക്കിലും കുറച്ചിരിക്കുകയോ കിടക്കുകയോ ചെയ്യാതെ നിവൃത്തിയില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഇടിമിന്നലിൻ്റെ പ്രകാശം കൊണ്ട് അദ്ദേഹം ആ വഴിക്കു സമീപത്തായി ഉണ്ടായിരുന്ന വഴിയമ്പലം കണ്ടു. തപ്പിത്തടഞ്ഞ് അദ്ദേഹം അവിടെ ചെന്നു കയറി. രണ്ടാമുണ്ട് വിരിച്ചു കിടന്നു. മനസ്സിൽ വളരെ ഭയവും വിചാരങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ക്ഷീണം കൊണ്ടോ എന്തോ കിടന്നയുടനെ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു. അക്കാലത്തു കേരള രാജ്യം അടച്ചു വാണിരുന്ന ചേരമാൻ പെരുമാൾ ഒരു ഭഗവതിയെ പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിച്ച് വൈക്കത്ത് ഉദയനാപുരത്തും ഒരു സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കണമെന്ന് വിചാരിച്ച്
ഇപ്പോൾ കുമാരനെല്ലൂർ എന്നു പറഞ്ഞു വരുന്ന സ്ഥലത്തും ഓരോ അമ്പലം പണി കഴിച്ചു പ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തവും നിശ്ചയിച്ച് അതിലേക്ക് വേണ്ടുന്നവയെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വഴിയമ്പലത്തിൽ കിടന്നുറങ്ങിയ ബ്രാഹ്മണൻ പിറ്റേ ദിവസം കാലത്തുണർന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ കുമാരസ്വാമിയെ, അതായത് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനായി ചേരമാൻ പെരുമാൾ പണിയിച്ച അമ്പലത്തിലായിരുന്നു. ഇതെന്തൊരത്ഭുതം എന്ന് വിചാരിച്ച് അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ അവിടെ ശ്രീകോവിലിനകത്തു പീഠത്തിന്മേൽ സർവാംഗസുന്ദരിയായ ആ ദിവ്യസ്ത്രീ, ആ ബ്രാഹ്മണന്റെ മുൻപിൽ കടന്നോടിയ ആ ദേവി ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. അത് സാക്ഷാൽ മധുരമീനാക്ഷിയായിരുന്നു എന്നുള്ളത് വിശേഷിച്ചും പറയണമെന്നില്ലല്ലോ. ആ ബ്രാഹ്മണൻ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ കണ്ടവരോടെല്ലാം ഈ ക്ഷേത്രത്തിൽ മധുരമീനാക്ഷി കുടികൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതു കേട്ടവരെല്ലാം അമ്പലത്തിൽ ചെന്നു നോക്കി. അവിടെയൊന്നും കണ്ടില്ല. എവിടെയിരിക്കുന്നു എന്ന് അവർ ചോദിച്ചു. ബ്രാഹ്മണൻ ഇതാ ആ ശ്രീകോവിലിനകത്ത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ദേവിയെ ആ ബ്രാഹ്മണനു പ്രത്യക്ഷമായി കാണാമായിരുന്നുവെങ്കിലും മറ്റാർക്കും കാണാൻ പാടില്ലായിരുന്നു. അതിനാൽ ആ ജനങ്ങൾ ഇദ്ദേഹം ഒരു ഭ്രാന്തനാണ്, അസംബന്ധം പറയുകയാണ് എന്നും മറ്റും പറഞ്ഞ് പരിഹസിച്ചു. ഈ വാർത്ത ചേരമാൻ പെരുമാളിന്റെ ചെവിയിലും എത്തി. അങ്ങനെ അദ്ദേഹം അവിടെ കാണാനായി വന്നു. അവിടെ വന്നു നോക്കിയപ്പോൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രാഹ്മണനോട് പറഞ്ഞു. ബ്രാഹ്മണൻ എന്നാൽ എന്നെ തൊട്ടുകൊണ്ട് നോക്കൂ എന്ന് പറഞ്ഞു. ചേരമാൻ പെരുമാൾ ആ ബ്രാഹ്മണനെ തൊട്ടുകൊണ്ട് നോക്കിയപ്പോൾ ദേവി ശ്രീലകത്തു പീഠത്തിന്മേൽ ഇരിക്കുന്നത് പ്രത്യക്ഷമായി കണ്ടു. വരുവാനുള്ള കാരണം എന്താണെന്ന് ആ ബ്രാഹ്മണനോട് ചോദിക്കുകയും ഉണ്ടായ സംഗതികളെല്ലാം ആ ബ്രാഹ്മണൻ വിസ്തരിച്ചുകൊണ്ട് ചേരമാൻ പെരുമാളെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു. സംഗതികളെല്ലാം കേട്ടപ്പോൾ ചേരമാൻ പെരുമാൾക്കുണ്ടായ വിശ്വാസവും വിസ്മയവും ഉണ്ടായെങ്കിലും സ്വൽപ്പം കോപവും ഇച്ഛാഭംഗവും കൂടി ഉണ്ടാകാതെ ഇരുന്നില്ല. എന്തെന്നാൽ താൻ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കാനായി ഉണ്ടാക്കിച്ച സ്ഥലത്ത് അതിനിടവയ്ക്കാതെ അവിടെ കയറി ഇരുന്നു കളഞ്ഞ ദേവിക്ക് ഇനി താൻ ഒന്നും കൊടുക്കുകയില്ല എന്നും അത്രയ്ക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, ശക്തിയുണ്ടെങ്കിൽ വേണ്ടതൊക്കെ സ്വയമേവ ഉണ്ടാക്കിക്കൊള്ളട്ടെ എന്നും ചേരമാൻ പെരുമാൾ പറഞ്ഞു. താൻ വിചാരിച്ച മുഹൂർത്തത്തിൽ തന്നെ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിക്കും. അത് ദേവിയെ പ്രതിഷ്ഠിപ്പിക്കണമെന്ന് വിചാരിച്ച സ്ഥലത്താക്കി കളയാം. അങ്ങനെ അദ്ദേഹം അപ്പോൾ തന്നെ വൈക്കത്തിലേക്ക് യാത്രയായി. ചേരമാൻ പെരുമാൾ അവിടെ നിന്ന് പോയപ്പോൾ ആ പ്രദേശമെല്ലാം പെട്ടെന്നു തന്നെ അതികഠിനമായിട്ടുള്ള മഞ്ഞു വന്നു നിറഞ്ഞു. അദ്ദേഹത്തിനും കൂടെയുണ്ടായിരുന്നവർക്കും കണ്ണു കാണാതെയായി, വഴി തിരിച്ചറിയാൻ പാടില്ലാതെയുമായി. അവർ വല്ലാതെ കുഴങ്ങി. അപ്പോൾ ചേരമാൻ പെരുമാളുടെ ഒരു സേവകൻ പറഞ്ഞു, ഈ ആപത്തു നേരിട്ടിരിക്കുന്നത് ദേവിയുടെ മായാവൈഭവം കൊണ്ടുതന്നെയായിരിക്കണം, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ വരാനിടയില്ല. ആ ദേവിയുടെ മാഹാത്മ്യം ഒട്ടും ചില്ലറയല്ല. ആ ദേവിയും ബ്രാഹ്മണനും ഇവിടെ വന്നെത്തിയ കഥ കൊണ്ടുതന്നെ ഇതറിയാവുന്നതാണ്. അതിനാൽ നമുക്ക് മടങ്ങിപ്പോയി ദേവിക്ക് വേണ്ടതെല്ലാം ചെയ്യുകയാണ് വേണ്ടതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അതുകേട്ട് ചേരമാൻ പെരുമാൾ, ദേവിയുടെ മായാവൈഭവം കൊണ്ടാണെങ്കിൽ നമുക്കിപ്പോൾ കണ്ണു കാണാറാകട്ടെ. അങ്ങനെയാവുകയാണെങ്കിൽ ഇവിടെ നിന്നു നോക്കിയാൽ കാണാവുന്ന ദേശമെല്ലാം ആ ദേവിക്ക് കൊടുത്തേക്കാം. അവിടെ വേണ്ടുന്നതെല്ലാം നടത്തുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ മഞ്ഞു മാറുകയും എല്ലാവർക്കും കണ്ണു കാണാറാവുകയും ചെയ്തു. അപ്പോൾ തന്നെ ചേരമാൻ പെരുമാൾ ആ ദേശമെല്ലാം ആ ദേവിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നതായി പറയുകയും തിരിച്ചു പോരുകയും ചെയ്തു. മഞ്ഞു നിറഞ്ഞ ആ പ്രദേശത്തിന് മാഞ്ഞൂര് എന്ന് നാമം സിദ്ധിച്ചു. അതു ക്രമേണ മാഞ്ഞൂരായി തീർന്നു. മാഞ്ഞൂരെന്നു പറയുന്ന ദേശമെല്ലാം ഇപ്പോഴും കുമാരനെല്ലൂർ ഭഗവതിയുടെ വകയായിട്ടു തന്നെയാണ് ഇരിക്കുന്നത്. ചേരമാൻ പെരുമാൾ ദേവീ സാന്നിധ്യമുണ്ടായ ഈ സ്ഥലത്തു മടങ്ങിയെത്തി അവിടെ ദേവീ പ്രതിഷ്ഠ തന്നെ കഴിപ്പിക്കാമെന്ന് നിശ്ചയിച്ച് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ട് താമസിച്ച് ഇവിടെ പ്രതിഷ്ഠിപ്പിക്കുവാനായി ഉണ്ടാക്കിവെച്ച സുബ്രഹ്മണ്യ വിഗ്രഹം ചേരമാൻ പെരുമാൾ ഉദയനാപുരത്തേക്ക് കൊടുത്തയക്കുകയും അതു നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ഉദയനാപുരത്ത് പ്രതിഷ്ഠിപ്പിക്കുന്നതിനും അവിടെ പ്രതിഷ്ഠിപ്പിക്കുന്നതിനായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദേവീ വിഗ്രഹം ഇങ്ങോട്ട് കൊടുത്തയക്കുകയും ചെയ്തു. ഉണ്ടാക്കി വെച്ചിരുന്ന ദേവീ വിഗ്രഹം സമയത്തിനു വന്നു ചേരുകയില്ലെന്ന് മുഹൂർത്ത ദിവസം അടുത്തപ്പോൾ അറിവു കിട്ടുകയാൽ ചേരമാൻ പെരുമാൾക്ക് വളരെ വ്യസനമായി.
വേറെ ഒരു വിഗ്രഹം പണി കഴിക്കുന്നതിന് മാത്രം ദിവസവുമില്ല. മുഹൂർത്തത്തിനു പ്രതിഷ്ഠ കഴിപ്പിക്കാതിരുന്നാൽ വളരെയധികം പണനഷ്ടവും കുറച്ചിലുമുണ്ടാകുമെന്നും തന്നെയല്ല, ഇത്ര നല്ലതായ ഒരു ശുഭമുഹൂർത്തം പിന്നെയുണ്ടാകാനും അത്ര എളുപ്പവുമല്ല. ഇതെല്ലാം ഓർത്തുകൊണ്ട് ചേരമാൻ പെരുമാൾ വളരെയധികം വിഷണ്ണനായി തീർന്നു. അന്നു രാത്രിയിൽ കിടന്നുറങ്ങിയ സമയം തൻ്റെ അടുക്കൽ വന്ന് ആരോ പറഞ്ഞതായി സ്വപ്നം കണ്ടു. ചേരമാൻ പെരുമാൾ, ഒട്ടും വ്യസനിക്കേണ്ട. ഇവിടെ നിന്ന് 2 നാഴിക വടക്ക് കിഴക്കായിട്ടുള്ള മൂലയിൽ ഒരു കിണറ്റിൽ എൻ്റെ ഒരു ബിംബം കിടക്കുന്നുണ്ട്. അതെടുത്തു കൊണ്ടുവന്ന് പ്രതിഷ്ഠ കഴിപ്പിച്ചാൽ മതിയെന്ന്. പിറ്റേ ദിവസം രാവിലെ ഇത് വാസ്തവമാണോ എന്നറിയുന്നതിന് നിശ്ചയിച്ച് ചേരമാൻ പെരുമാൾ വളരെ ആളുകളോടുകൂടി ആ മലയിലേക്ക് പോയി. അവിടമെല്ലാം വലിയ കാടായിരുന്നു. ആ കാടെല്ലാം വെട്ടിത്തെളിപ്പിച്ചു നോക്കിയപ്പോൾ ഒരു കിണറു കണ്ടു. ആ കിണറ്റിൽ ആളെ ഇറക്കി നോക്കിയപ്പോൾ യാതൊരു കേടുമില്ലാത്തതും ഏറ്റവും വിശേഷപ്പെട്ടതും ലക്ഷണമൊത്തതുമായ ഒരു ബിംബം കണ്ടുകിട്ടുകയും ചേരമാൻ പെരുമാൾ അതെടുപ്പിച്ചു കൊണ്ടുവന്ന് നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ യഥാവിധി പ്രതിഷ്ഠ കഴിപ്പിക്കുകയും ആ ക്ഷേത്രത്തിന് മുൻപ് നിശ്ചയിച്ച പ്രകാരം കുമാരനല്ലൂർ എന്നുള്ള പേരു തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ചേരമാൻ പെരുമാൾ മാഞ്ഞൂർ ദേശം വിട്ടുകൊടുത്തതിനു പുറമെ അവിടെ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്കെല്ലാം വേണ്ടുന്ന വസ്തുവകകൾ കൊടുക്കുകയും ചെയ്തു. ക്ഷേത്രത്തിൽ തുലാമാസത്തിൽ രോഹിണി മുതൽ വൃശ്ചിക മാസത്തിൽ രോഹിണി വരെ 28 ദിവസത്തെ ഉത്സവമാണ് അന്ന് നിശ്ചയിച്ചിരുന്നത്. ആ ക്ഷേത്രം ഊരാൺമക്കാരുടെ വകയായി തീർന്നിട്ടും വളരെ കാലം അങ്ങനെ തന്നെ നടന്നിരുന്നു. പിന്നീട് അത് കുറച്ച് വൃശ്ചിക മാസത്തിൽ കാർത്തിക 9-ാം ഉത്സവമാകത്തക്കവണ്ണം 10 ദിവസത്തെ ഉത്സവം മതിയെന്ന് നിശ്ചയിച്ചു. ഇപ്പോഴും അത് പ്രകാരം നടന്നുവരുന്നു. ദേവിയുടെ മാഹാത്മ്യവും ശക്തിയും കൊണ്ടു കാലക്രമേണ ഇവിടെ വസ്തുവകകൾ വളരെയധികം വർദ്ധിക്കുകയും ഇപ്പോഴും ആ ദേവസ്വത്തിൽ അഭിവൃദ്ധിയല്ലാതെ ഒട്ടും ക്ഷയമുണ്ടായിട്ടില്ല. ദേവീ സാന്നിധ്യം അവിടെ വിളങ്ങിക്കൊണ്ടു തന്നെയാണ് ഇരിക്കുന്നത്. ദേവിയോടുകൂടി മധുരയിൽ നിന്ന് പോന്ന ബ്രാഹ്മണന്റെ വംശജന്മാർ ഇപ്പോഴും കുമാരനല്ലൂരുണ്ട്. ഇവരുടെ ഇല്ലപ്പേര് മധുര എന്നും അവിടെയുള്ളവരെ മധുര നമ്പൂതിരിമാർ എന്നുമാണ് പറഞ്ഞുവരുന്നത്. ഇതാണ് ക്ഷേത്ര ഐതിഹ്യം. നന്ദി.